മതി, നീ നിർത്ത്. ഇനി ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നീ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്ക്. ചെല്ല്. മമ്മയെ അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ടു പപ്പ. മോനെ, ദാ നീ ഇവിടെ ഇരിക്കും, നമുക്കൊന്ന് സംസാരിക്കാം, പപ്പ ജയ്യോടായി പറഞ്ഞു. പപ്പ പറയുന്നത് ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ കേട്ടുകൊണ്ട് ജയ് അവിടെ ഇരുന്നു. പപ്പയ്ക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പപ്പയ്ക്കറിയാം നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന്. അത് പിന്നെ ജീവിതത്തിൽ അറിയാത്തൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും കാണും, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ജയ്യൊന്ന് മൂളി. വിവാഹം എന്ന് പറയുന്നത് അതൊരു ഉത്തരവാദിത്തമാണ്. അതെൻ്റെ മോൻ മനസ്സിലാക്കണം. നിനക്ക് പിന്നെ പെട്ടെന്നായി എല്ലാ കാര്യങ്ങളും. പെണ്ണ് കാണലും എന്താ പറയുക, വിവാഹ ചടങ്ങുകൾക്കോ ഒന്നും സമയം ഒരുപാടൊന്നും ചിലവഴിച്ചില്ലല്ലോ. എല്ലാം പെട്ടെന്നായിപ്പോയില്ലേ. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം നിൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് പപ്പയ്ക്കറിയില്ല. എങ്കിലും ഒരു പപ്പ എന്ന രീതിയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ മോനോട് പറയാനുണ്ട്. അത് പറഞ്ഞു തരേണ്ടത് എൻ്റെ ഒരു ബാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. അതാ പപ്പ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. പപ്പ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. അതായത് മോനെ, വിവാഹം എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സ്വന്തമാക്കുക അല്ലെങ്കിൽ അവളുടെ ഒരു ശരീരം സ്വന്തമാക്കുക എന്നതാവരുത്. ഞാനങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല പപ്പ. അയ്യോ മോനെ, അങ്ങനെയല്ല പപ്പ പറഞ്ഞത്. ജയ് പെട്ടെന്ന് പറഞ്ഞ മറുപടി കേട്ട് പപ്പ ചിരിച്ചു. അല്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ മോനെ. അല്ല, എല്ലാവരുടെ ആഗ്രഹം അങ്ങനെയൊക്കെയാണ്, അതാ ഞാൻ പറഞ്ഞത്. അവൾ നിൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. മനസ്സിലായോ? അവളെ സ്വന്തമാക്കുക എന്നതാവരുത് നിൻ്റെ മനസ്സിലെ ചിന്ത. പകരം നിൻ്റെ ജീവിതത്തിലേക്ക് അവൾ നിന്നെ കൂടെ കൂട്ടുക എന്നായിരിക്കും നീ ചിന്തിക്കേണ്ടത്. ഇന്നു മുതൽ നീ ഒറ്റയ്ക്കല്ല. ഇതുവരെ നിൻ്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും നീ ഒറ്റയ്ക്കെടുത്തവനാണ്. കാരണം നിനക്ക് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നു മുതൽ അങ്ങനെയല്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ തയ്യാറാവണം. മനസ്സിലായോ? പെണ്ണെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ താഴെയാണ് എന്നൊരു ചിന്ത എൻ്റെ മോന് പാടില്ല. നീ അവളെ കേൾക്കാൻ തയ്യാറാവണം. അവളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവണം. അവളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കാൻ തയ്യാറാവണം. പെണ്ണിനെപ്പോഴും വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് എൻ്റെ മോൻ അറിയാവോ? ഇല്ല. സ്നേഹം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും എല്ലാ ബന്ധത്തിലും ചിലപ്പോൾ ഉണ്ടാവും. കാരണം നീ ഇപ്പോൾ അവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ വിവാഹം കഴിച്ചത്. സ്നേഹം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? പരിഗണനയും ബഹുമാനവുമാണ്. പെണ്ണിനത് നൽകാൻ ഒരാണിനെ കൊണ്ട് സാധിക്കണം. സ്നേഹം മാത്രമുള്ളതുകൊണ്ട് ഒരു ബന്ധം നിലനിൽക്കില്ല. പെണ്ണിന് വേണ്ട പരിഗണനയും ബഹുമാനവും കൊടുക്കാൻ ഒരാണ് തയ്യാറാവുമ്പോഴാണ് ആ ബന്ധം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത്. മോൻ കേട്ടിട്ടില്ലേ? അതായത് അവളെ പരിഗണിക്കുന്നു എന്നൊരു തോന്നൽ അവളിൽ ഉണ്ടാക്കണം. അതുണ്ടാക്കാൻ ഒരാണിനെ കൊണ്ട് സാധിക്കണം. അതേപോലെ അവളെ കേൾക്കാൻ തയ്യാറാവണം. പെണ്ണിൻ്റെയും ആണിൻ്റെയും ആവശ്യങ്ങൾ എപ്പോഴും ഒരുപോലെ ആവില്ല. നീ ഇഷ്ടപ്പെടുന്നത് അവൾ ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നീ ജീവിച്ച ഒരു ജീവിത സാഹചര്യത്തിലൂടെ അല്ല അവൾ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളുടെ ചിന്താരീതിയും ഒക്കെ വ്യത്യസ്തരായിരിക്കും. പക്ഷെ അതൊക്കെ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. മനസ്സിലായോ? അതായത് വിവാഹ ജീവിതം എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കലാണ്. തൻ്റെ ഭാര്യയുടെ സ്വഭാവം ഇങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ് എന്നൊരു തിരിച്ചറിവ് അതാദ്യം നിൻ്റെ ജീവിതത്തിലുണ്ടാവണം. പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഒരാളെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ വർഷങ്ങളെടുക്കുമായിരിക്കും. എങ്കിലും പതിയെ പതിയെ പഠിക്കാൻ ശ്രമിക്കണം. മനസ്സിലായോ? പിന്നെ ബഹുമാനം.
അത് ഈ ലോകത്തെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് എത്രത്തോളം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുവോ അത്രത്തോളം അതിങ്ങോട്ട് കിട്ടുകയും ചെയ്യും. തന്നെ ബഹുമാനിക്കുന്ന ഭർത്താവ് അതൊരു പെണ്ണിൻ്റെ സ്വപ്നമാണ്. അതായത് തന്നെ അടിമയാക്കുന്നവനല്ല ഒരു പെണ്ണാഗ്രഹിക്കുന്ന ഭർത്താവ്. താൻ എന്ന വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നവനാവണം എന്നതാണ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത്. അങ്ങനെ കിട്ടുന്നവനാണ് ഈ ലോകത്തെ ഏറ്റവും നല്ലവൻ എന്നൊരു ധാരണ വരെ പെൺപിള്ളേർക്കുണ്ട്. എൻ്റെ മോൻ എന്തായാലും എങ്ങനെയായിരിക്കും ഈ പപ്പയ്ക്കും അമ്മയ്ക്കും അറിയാം. നീ ഇന്ന് വരെ ഒരാളോടും ബഹുമാനത്തിലില്ലാതെ പെരുമാറില്ലെന്നും പപ്പയ്ക്കറിയാം. എന്നാലും ഭാര്യയാകുമ്പോൾ എന്തു ആവാം എന്നൊരു ചിന്തയൊന്നും എൻ്റെ മോന് വന്നേക്കരുത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പപ്പ പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായി. പെണ്ണിനെ എന്താ പറയുക, അടിച്ചമർത്തുകയല്ല വിവാഹം. അവൾക്ക് സുരക്ഷിതത്വം നൽകാൻ നിന്നെക്കൊണ്ട് സാധിക്കണം. അവൾക്ക് ഭയം തോന്നുന്ന ഒന്നാവരുത് നീ. അവളുടെ ഭയത്തിൻ്റെ കാരണം ഇല്ലാതാക്കുന്നവനാവണം നീ. നിൻ്റെ കൂടെ നടക്കാൻ കെൽപ്പുള്ളവളാണ് അവളെന്ന് എപ്പോഴും നിനക്ക് ബോധം വേണം. പപ്പയുടെ ഉപദേശങ്ങൾ നീളുകയാണെന്ന് ജയ്ക്ക് മനസ്സിലായി. പക്ഷേ ഇതൊക്കെ തന്നോട് പറയുന്നത് എന്തിനാണെന്നായിരുന്നു ജയ്യോട് തന്നെ സ്വയം ചോദിച്ചു കൊണ്ടിരുന്നത്. തനിക്ക് ഈ വിവാഹം വെറും ഒരു ബാധ്യത മാത്രമാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കരാർ. വീട്ടുകാരുടെ ബാധ്യത ഒഴിവാക്കാൻ താൻ കണ്ടെത്തിയ ഒരു പരിഹാരം. അതിനപ്പുറത്തേക്ക് ഈ വിവാഹത്തിൽ താൻ ഒന്നും നൽകാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പപ്പയെ അനുസരിക്കുക മകൻ എന്നൊരു ഉദ്ദേശത്തോടെ ജയ് പപ്പയെ കേട്ടിരുന്നു. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, പപ്പ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ് സന്തോഷത്തോടെ. പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. നിൻ്റെ സന്തോഷവും നിൻ്റെ സങ്കടവും ഒക്കെ തുറന്നു പറയാനുള്ള ഒരാളാണ് നിനക്കവൾ. നീ നിൻ്റെ പെങ്ങന്മാർക്കും നിൻ്റെ മമ്മയ്ക്കും നീ ഇതുവരെ നൽകിയ എല്ലാ പരിഗണനയും ഇന്നു മുതൽ അവളും അവകാശപ്പെട്ടതാണ്. മനസ്സിലായോ? ഇന്ന് വരെ നീ നിൻ്റെ പെങ്ങന്മാരെയും നിൻ്റെ മമ്മയെ എങ്ങനെയാണോ നോക്കിയത് അതുപോലെ തന്നെ അവളെ നോക്കണം. മനസ്സിലായി. നീ കാരണം അവളുടെ കണ്ണ് നിറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അവളിൽ ആദ്യം വിശ്വാസമാണ് ഉണ്ടാക്കേണ്ടത്. അത് നിൻ്റെ മിടുക്കാണ്. വിവാഹ ജീവിതം നിലനിൽക്കുന്നത് വിശ്വാസം കൊണ്ട് എന്തൊരു വലിയൊരു സത്യമാണ്. വിശ്വാസത്തിന് എപ്പോഴും 100 മാർക്കാണ് വിവാഹ ജീവിതത്തിൽ. മറ്റു ബന്ധങ്ങളെ പോലെയല്ല വിവാഹ ജീവിതത്തിൽ വിശ്വാസത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മനസ്സിലായോ? പപ്പ പറയുന്നത് ഓരോന്നും ജയ് കേൾക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് പറഞ്ഞാൽ നിനക്ക് തലയിലൊന്നും കയറില്ല. അതുകൊണ്ട് സമയമെടുത്ത് പറയാം. എന്തായാലും മോനിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുക. രാത്രി അങ്ങോട്ട് പോകേണ്ടതല്ലേ? പപ്പ അത് ഓർമ്മിപ്പിച്ചപ്പോഴും ജയ്യുടെ മനസ്സൊന്നിടറി, ഹൃദയമൊന്ന് പെടയാൻ തുടങ്ങി. അല്ല, അത് അങ്ങനെ പോകണമെന്നിപ്പം നിർബന്ധമുണ്ടോ? പപ്പയോടായി ജയ് ചോദിച്ചു. എന്തൊക്കെയാ മോനെ നീ ചോദിക്കുന്നത്? ഇന്ന് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ രാത്രിയല്ലേ, പിന്നെ പോകണ്ടേ? അല്ല പപ്പ, എനിക്കവിടെ അങ്ങോട്ട് വലിയ വീടൊക്കെ എനിക്കങ്ങോട്ട് നിനക്ക് ഭാര്യ വീട്ടിലായതിൻ്റെ ഒരു ഇതായിരിക്കും അല്ലേ? സാരമില്ല മോനെ, വിവാഹ രഹസ്യമായിട്ട് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചതല്ലേ. പിന്നെ അവളെപ്പോലൊരു പെണ്ണിനെ നമ്മുടെ ഈ കുടിലേക്ക് കൊണ്ടുവന്നാൽ അതും നാണക്കേടാ. എന്തൊരു വലിയ വീടാ അത്, കൊട്ടാരം പോലെയുണ്ട്. അവരുടെ പട്ടിക്കൂട് പോലും ആവില്ല നമ്മുടെ ഈ വീട്. ഇവിടേക്കൊക്കെ എങ്ങനെയാണ് അവളെ കൊണ്ടുവരിക? അത് വെച്ച് നോക്കുമ്പോൾ അവിടെ തന്നെയാണ് നല്ലത്. പപ്പ വീടിൻ്റെ വലിപ്പമോർത്താണ് പറഞ്ഞതെങ്കിലും ജയ്യുടെ ഹൃദയത്തിൽ ആദ്യ രാത്രി എങ്ങനെയെന്നുള്ള ചിന്തയായിരുന്നു. നീ എന്തായാലും ഇന്ന് കിടക്ക്. മമ്മ എന്തെങ്കിലും ഉണ്ടാക്കിയോന്ന് പപ്പ ഒന്ന് നോക്കിയിട്ട് വരാം. ജയ്യോടതും പറഞ്ഞ് പപ്പ മുറിയിൽ നിന്നിറങ്ങി. ആദ്യ രാത്രി ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന് ഏകദേശം ജയ്ക്ക് മനസ്സിലായി.